യോഗി ആദിത്യനാഥിൻ്റെ യു.പിയിൽ എന്ത് പോഴത്തരവും മതത്തിൻ്റെ പേരിൽ വിളിച്ചു പറയാൻ പറ്റും? അവിടെ സംഭാൽ ജില്ല നമുക്കറിയാം, മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ ഇഷ്യൂസ് നടന്നതും അവിടെ വെടിവെപ്പ് നടന്നതും ആളുകൾ മരിച്ചതുമൊക്കെ അടുത്ത കാലത്താണ്. പിന്നെ കോടതി ഇടപെട്ട് സർവേ നടപടികളൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ്. അവിടെ ഒരു എസ് എച്ച് ഒ എന്ന സർക്കിൾ ഇൻസ്പെക്ടർ, അയാളുടെ പേര് അനൂജ് കുമാർ. അയാളാണ് വിളിച്ച് പറഞ്ഞത് ഹോളി ആഘോഷം വെള്ളിയാഴ്ച നടക്കുകയാണ്, അതായത് മറ്റന്നാൾ ഹോളി ആഘോഷം നടക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ ജുമാ നമസ്കാരം എല്ലാ 52 വെള്ളിയാഴ്ചയുണ്ട് വർഷത്തിൽ. ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് 2 മണി വരെ ഹോളി ആഘോഷിക്കാൻ, 2 മണിക്ക് ശേഷം പള്ളികളിലേക്ക് പോകാം. അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ജുമാ നമസ്കാരം നടത്തണം. പുറത്തിറങ്ങി നിങ്ങളുടെ ദേഹത്ത് നിറം ആരെങ്കിലും ചാർത്തി അല്ലെങ്കിൽ വിതറി എന്ന് പറഞ്ഞിട്ട് കലാപത്തിനും സംഘർഷത്തിനും ഒന്നും നിൽക്കരുത് എന്നാണ് അനൂജ് കുമാർ പറഞ്ഞത്. ഇയാൾക്ക് വേണ്ടി അവിടെ യോഗി ആദിത്യനാഥ് രംഗത്തിറങ്ങി. മുഖ്യമന്ത്രി പറഞ്ഞു, അയാൾ പറഞ്ഞത് വളരെ വസ്തുതാപരമായ കാര്യമാണ്, സഹകരിക്കണം എല്ലാവരും, ഹോളി ആഘോഷം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മതി ജുമാ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. ഇത് ഒരുതരം ഭയപ്പെടുത്തലാണ് എന്നതാണ് ശരി. ഒരുതരം ഭയപ്പെടുത്തൽ. മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നതും ഹോളി ആഘോഷിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം, ബന്ധമൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഹോളി ആഘോഷം ഒരു സ്ഥലത്ത് നടക്കും, അവർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് എന്താണ് കുഴപ്പമെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. പക്ഷേ അനൂജ് കുമാർ എന്ന CI പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ. പക്ഷേ എന്തെങ്കിലും കലാപ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടൊരു പോലീസ് ഓഫീസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതൊക്കെ നിയമത്തിൻ്റെ കാര്യമാണ്. യോഗി ആദിത്യനാഥ് പറഞ്ഞു, നിങ്ങൾ 2 മണി വരെ വീട്ടിൽ തന്നെ ഇരിക്കുക, 2 മണിക്ക് ശേഷം പള്ളിയിൽ പോയാൽ മതി എന്ന് താക്കീത് കൊടുക്കുകയും ചെയ്തു. ഇത് ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. യോഗി ആദിത്യനാഥൻ്റെ UP അല്ല ബീഹാർ എന്ന് തെളിയിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ബീഹാർ നിതീഷ് കുമാറാണ് ഭരിക്കുന്നത്. നിതീഷ് കുമാർ BJPയുടെ സഖ്യത്തിൽപ്പെട്ട ആളാണ്. BJP സഖ്യ മുന്നണിയാണ് ബീഹാർ ഭരിക്കുന്നതെന്ന് വച്ചിട്ട് ഒരു MLA വിളിച്ചു പറഞ്ഞു. ഹരിഭൂഷൺ താക്കൂർ എന്ന് പറയുന്ന ഒരു MLA വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ 52 വെള്ളിയാഴ്ചകളിലും ജുമാ നിസ്കാരം നടത്തുന്നുണ്ടല്ലോ, ഇക്കൊല്ലം അത് ഹിന്ദു ആഘോഷങ്ങൾക്ക് വഴിമാറിക്കൊടുക്കൂ. രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം ഇരട്ടത്താപ്പന്മാരാണ്. അവർ ഹോളി ആഘോഷത്തിന് വേണ്ടിയുള്ള നിറങ്ങളൊക്കെ വിൽക്കും. എന്നിട്ട് ഹോളി ആഘോഷിക്കുന്ന ദിവസം ഇവൻ്റെയൊക്കെ ദേഹത്ത് ഇച്ചിരി നിറമായി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് നരകത്തെക്കുറിച്ചുള്ള ഭയമാണ്. ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കണം. പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ ദേഹത്ത് നിറം വീഴും. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ആഘോഷമാണ് ഹോളി എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ പേരെന്തുവാണ്, ഹരിഭൂഷൺ താക്കൂർ ഘോരം പ്രസംഗിച്ചു. ഇവൻ കരുതി മുഖ്യമന്ത്രി നിതീഷ് കുമാർ BJPയുടെ സഖ്യമുന്നണിയിൽപ്പെട്ട ആളാണല്ലോ, നിതീഷ് കുമാർ ഉടനെ പിന്തുണ പ്രഖ്യാപിക്കും, വന്ന് താങ്ങി തൂങ്ങി എടുത്ത് ഇവനെ പിടിച്ച് തലയിലിരുത്തും. ഇവൻ പറഞ്ഞത് വലിയ കാര്യമാണ്, അതുകൊണ്ട് ഹോളി ആഘോഷം നടക്കട്ടെ, മുസ്ലിങ്ങളൊക്കെ ഭയപ്പെട്ട് വീട്ടിലിരിക്കുമെന്ന് നിതീഷ് കുമാർ പറയുമെന്ന് കരുതി. നിതീഷ് കുമാർ ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുമെന്നല്ലാതെ ഇതുവരെ ഇതിനകത്ത് പ്രതികരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവിടെ നട്ടലുള്ള വേറെ നേതാക്കളുണ്ട്. ലല്ലു പ്രസാദ് യാദവിൻ്റെ മകൻ ഉണ്ട്, RJDയുടെ നേതാവായ അധ്യക്ഷൻ തേജസ്വി യാദവ്. RJD അധ്യക്ഷൻ തേജസ്വി യാദവ് പറഞ്ഞു, ഇവൻ്റെ തന്തയുടെ നിയമമല്ല ഇവിടെ ബീഹാറിൽ നടപ്പിലാക്കുന്നത്. ആരുടെ? ഈ ഹരിഭൂഷൺ എന്ന് പറയുന്ന ഹരിഭൂഷൺ താക്കൂറിൻ്റെ തന്തയുടെ നിയമമല്ല, ഇവൻ്റെ അച്ഛൻ്റെ നിയമമല്ല ഇവിടെ നടപ്പിലാക്കുന്നത്. ഇവിടെ ഭരണഘടനയാണ് നടപ്പിലാക്കുന്നത്. മുസ്ലിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടല്ല ഹോളി ആഘോഷിക്കേണ്ടത്. മുസ്ലിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. ഒരു മുസ്ലിമിന് 5 ഹിന്ദുക്കൾ കാവൽ നിൽക്കുന്ന സ്ഥലമാണ് ബീഹാർ. അവിടെയാണ് ശരി. ഒരു ഇസ്ലാമിന് 5 ഹിന്ദുക്കൾ കാവൽ, അതാണ് ബീഹാറിൻ്റെ ചരിത്രം. ഇവിടെ മതസ്പർദ്ധയില്ല, മതേതരത്വമാണ് ഇവിടെ. അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഹോളി ആഘോഷിക്കും, നിസ്കരിക്കേണ്ടവർ നിസ്കരിക്കും, അതൊക്കെ ചെയ്യും. അതിന് ഇവൻ്റെ ഒന്നും ഒത്താശ വേണ്ട എന്ന തരത്തിൽ തേജസ്വി യാദവ് മുന്നിട്ടിറങ്ങി. അപ്പോൾ ഒരേ രാജ്യത്ത് യോഗിയുടെ സ്റ്റേറ്റിൽ നടക്കുന്ന വെറും ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ജില്ലാ കളക്ടർ പോലെയുള്ള വെറും ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറയാണ്, പ്രാണനിൽ കൊതിയുള്ളവന്മാർ 2 മണി വരെ വീട്ടിനകത്ത് അടഞ്ഞിരിക്കുക, അതിനുശേഷം പുറത്ത് പോയാൽ മതി. പ്രാണനിൽ കൊതിയുള്ള ഇസ്ലാമികളെല്ലാം വീട്ടിൽ അടഞ്ഞിരിക്കുക, അതിനുശേഷം നിങ്ങൾ പള്ളിയിൽ പോയാൽ മതി. ബീഹാറിൽ അങ്ങനെ ഒരുത്തൻ പറഞ്ഞപ്പോൾ MLA പറഞ്ഞപ്പോൾ അവിടെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ധീരനായ നേതാവ് പറയുന്നു, ഇവൻ്റെ തന്തയുടെ നിയമമല്ല ഇവിടെ നടപ്പിലാക്കുന്നത്, അതിന് രാജ്യത്തെ ഭരണഘടനയുണ്ട്, ഇവിടെ എല്ലാവരും ഒന്നാണ്, ഇവിടെ അങ്ങനെ ആരെയും ഭയപ്പെടുത്തി ഒന്നും ചെയ്യിക്കേണ്ട ആവശ്യമില്ല, അതിന് ഇവനെതിരെ, ഈ MLAക്കെതിരെ കേസെടുക്കണം, മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന് കേസെടുക്കണമെന്നാണ് തേജസ്വി യാദവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പറഞ്ഞു വരാൻ കാരണം, ഒരു തവണ കൂടി മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ മോദിക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒന്നും കാണിക്കണമെന്നുമില്ല. പക്ഷേ മോദി ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ രാജ്യത്ത് നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ തരമില്ല.